നെക്സ്റ്റ് നാനോ പാർട്ടിക്കിൾ സിന്തസിസിൽ ഒരു ഇമ്പോർട്ടൻ്റ് കെമിക്കൽ ടെക്നിക്കായ സോൾ ജെൽ ടെക്നിക്കാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോൾ ജെൽ ടെക്നിക്ക് എന്ന് പറയുന്നത് ഒരു ബോട്ടം അപ്പ് അപ്രോച്ചാണ്. ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് പറയുന്നത് മോളിക്കുലാർ ലെവലിൽ നിന്ന് സിന്തസൈസ് ചെയ്ത് എടുക്കുന്ന ഒരു ടെക്നിക്കാണ് ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് പറയുന്നത്. ബേസിക്കലി നാനോ പാർട്ടിക്കിൾ സിന്തസിസിന് രണ്ട് ടൈപ്സ് ഓഫ് സിന്തസിസ് മെത്തേഡ്സ് ആണുള്ളത്, ടോപ്പ് ഡൗണും ബോട്ടം അപ്പും. ടോപ്പ് ഡൗൺ എന്ന് വെച്ചാൽ ബൾക്ക് മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു വലിയ മെറ്റീരിയൽ എടുത്തിട്ട് അതിനെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് സ്മോളർ പാർട്ടിക്കിൾസ്, നാനോ പാർട്ടിക്കിൾ സൈസിലുള്ള പാർട്ടിക്കിൾസ് സിന്തസൈസ് ചെയ്യുന്നതിന് ടോപ്പ് ഡൗൺ എന്ന് പറയും. ബോട്ടം അപ്പ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ആറ്റംസ് ഓർ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ പോസിബിൾ വെച്ച് അറേഞ്ച് ചെയ്ത് സിന്തസൈസ് ചെയ്തെടുക്കുന്നതിനാണ് ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ സോൾ ജെൽ ടെക്നിക്ക് ഈസ് എ ബോട്ടം അപ്പ് അപ്രോച്ച് ഇൻ വിച്ച് മെറ്റീരിയൽസ് ആർ സിന്തസൈസ്ഡ് ഫ്രം ദി മോളിക്കുലാർ ലെവൽ. ഇറ്റ് ഈസ് എ വെറ്റ് കെമിക്കൽ പ്രോസസ്. ഇത് ലിക്വിഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതായത് ഇതിൻ്റെ റിയാക്റ്റൻസ് എന്ന് പറയുന്നത് ലിക്വിഡ്സ് ആണ്. ലിക്വിഡ്സ് ആർ യൂസ്ഡ്, ലിക്വിഡ് റിയാക്റ്റൻസ് ഓർ പ്രിക്കഴ്സേഴ്സ് ആർ യൂസ്ഡ് ടു മേക്ക് സൊല്യൂഷൻ ആൻഡ് ദെൻ മാനുഫാക്ചർ ദ നാനോ പാർട്ടിക്കിൾസ്. ഇറ്റ് ഈസ് എ സെൽഫ് അസംബ്ലി പ്രോസസ്. ഇത് മോളിക്കുലാർ ലെവലിൽ ഇൻഡിവിജ്വൽ ആറ്റം ബൈ ആറ്റം നമ്മൾ റിയാക്റ്റൻസ് ഇട്ട് കൊടുത്ത് സിന്തസൈസ് ചെയ്ത് സെൽഫ് അസംബ്ലി ആയിട്ട് വരുന്ന ഒരു പ്രോസസ്സാണ്. സോ ഇത് നമ്മൾ ഇത്രയും പോയിൻറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്ത് പറയണം. ദെൻ ദ സോൾ ജെൽ ടെക്നിക്ക് ഈസ് എ ബോട്ടം അപ്പ് അപ്രോച്ച് വെയർ നാനോ പാർട്ടിക്കിൾസ് ആർ സിന്തസൈസ്ഡ് ഫ്രം ദി മോളിക്കുലാർ ലെവൽ. ഇറ്റ് ഈസ് എ ലിക്വിഡ് ബേസ്ഡ് the reactants used in this technique are liquid reactants, hence it is a simple and it is a wet chemical process. The reactants are used to synthesize the nanoparticles, hence it is a self assembly process. ഇത്രയാണ് ബേസിക്കായിട്ട് നമുക്കൊരു ഇൻട്രോ പറയാവുന്നത്. ഇനി ഈ ഒരു പ്രോസസ്സ് രണ്ട് മെയിൻ സ്റ്റെപ്സാണ് ഇൻവോൾവ് ചെയ്യുന്നത്. The process involves mixing of liquids to form colloidal suspension. ഈ കൊളോയിഡൽ സസ്പെൻഷന് സോൾ എന്നാണ് പറയുന്നത്. അപ്പോൾ സോൾ ജെൽ ടെക്നിക്കിലെ രണ്ട് മെയിൻ സ്റ്റെപ്സ് എന്ന് പറയുന്നത് മിക്സിംഗ് ഓഫ് ലിക്വിഡ് റിയാക്റ്റൻസ് ടു ഫോം കൊളോയിഡൽ സസ്പെൻഷൻ. ഈ കൊളോയിഡൽ സസ്പെൻഷനെയാണ് സോൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് ജെൽ ഫോർമേഷനാണ്. സോൾ ജെൽ എന്നല്ലേ, ആദ്യം സോൾ ഫോം ചെയ്യും, പിന്നെ ജെല്ല് ഫോം ചെയ്യും. ജെൽ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ജെലേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്. ജെലേഷൻ ഓഫ് സോൾ ഗീവ്സ് നെറ്റ്വർക്ക് ഇൻ കണ്ടിന്യൂസ് ലിക്വിഡ് കോൾഡ് ജെൽ. ജെലേഷൻ ഓഫ് സോൾ ഫോംസ് നെറ്റ്വർക്ക് in continuous liquid. Forms gel. ഇനി ഈ ലിക്വിഡ് റിയാക്റ്റൻസ് ഒരു ജെല്ലിലോട്ട് ഫോം ചെയ്യുമ്പോഴത്തേനും അതിൽ ഡിറ്റർമൈൻ ചെയ്യുന്ന മേജർ ഫാക്ടർ എന്ന് പറയുന്നത് വിസ്കോസിറ്റി ഓഫ് സൊല്യൂഷൻ ആണ്. ദ മേജർ ഫാക്ടർ that determines the transition
സോൾ അല്ലെങ്കിൽ ജെൽ ഈസ് ദ വിസ്കോസിറ്റി ഓഫ് സൊല്യൂഷൻ. അപ്പോൾ ഈ സിന്തസിസ് മെത്തേഡിൽ നമ്മൾ എടുക്കുന്ന സൊല്യൂഷൻ്റെ വിസ്കോസിറ്റി എന്ന് പറയുന്നതാണ് മേജർ ഫാക്ടർ ദാറ്റ് ഡിറ്റർമിൻസ് ട്രാൻസ്മിഷൻ ടു സോൾ ആൻഡ് ജെല്ല്. ഇനി ഇതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്റ്റെപ്സ് ഇൻ സോൾ ജെൽ ടെക്നിക്ക്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഹൈഡ്രോളിസിസും ആൽക്കഹോളിസിസുമാണ്. ഹൈഡ്രോളിസിസ് ആൻഡ് ആൽക്കഹോളിസിസ്. എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ വാട്ടർ ഹൈഡ്രോളിസിസ് എന്ന പ്രോസസ്സ് ചെയ്ത്, അതായത് ലിക്വിഡ് റിയാക്റ്റൻസ് എടുത്ത് അതിനെ പല ടെമ്പറേച്ചറിൽ ട്രീറ്റ് ചെയ്ത് ഒരു വിസ്കസ് മീഡിയം ഫോം ചെയ്തെടുക്കുന്ന, അല്ലെങ്കിൽ ആൽക്കഹോൾ കണ്ടൻസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആൽക്കഹോളിസിസ് പ്രോസസ്സ് യൂസ് ചെയ്തിട്ട് ആ വിസ്കസ് ലിക്വിഡ് ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് ഫസ്റ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് എന്ന് പറയുന്നത് ഇതിൽ ഹീറ്റ് ചെയ്ത് വേപ്പറൈസ് ചെയ്ത് എടുത്ത മെറ്റീരിയൽസിൻ്റെ കണ്ടൻസേഷൻ. അപ്പോഴാണ് ആ വിസ്കസ് മീഡിയം കംപ്ലീറ്റ് ആയിട്ട് ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ സോൾ ജെൽ ട്രാൻസിഷൻ നടക്കുന്നത് ഇവിടെയാണ്. കണ്ടൻസേഷൻ ഓഫ് വാട്ടർ ആൻഡ് ആൽക്കഹോൾ. അപ്പോൾ ഫസ്റ്റ് ഹൈഡ്രോളിസിസ്, അതായത് വേപ്പറൈസേഷൻ, പിന്നെ കണ്ടൻസേഷൻ. ഇങ്ങനെ കണ്ടൻസ് ചെയ്ത് എടുത്ത് കഴിയുമ്പോഴത്തേനും ഇപ്പോൾ സൊല്യൂഷൻ റെഡിയായി. ഇനി അതിന് ടൈം കൊടുത്താൽ മതി ജെല്ല് ഫോം ചെയ്യാനായിട്ട്. അപ്പോൾ ഗ്രോത്ത് ഓഫ് പാർട്ടിക്കിൾസ്. അപ്പോൾ സൊല്യൂഷൻ ഇങ്ങനെ ഫോം ചെയ്ത് വെച്ച് കഴിയുമ്പോഴത്തേനും അതിൽ പോളിമറൈസേഷൻ സംഭവിക്കും. പോളിമറൈസേഷൻ ഓഫ് പാർട്ടിക്കിൾസ്. പിന്നെ ഗ്രോത്ത് ഓഫ് പാർട്ടിക്കിൾ. ഫോർത്ത് എന്ന് പറയുന്നതാണ് അഗ്ലോമറേഷൻ ഓഫ് പാർട്ടിക്കിൾ ഡ്യൂ ടു ജെലേഷൻ. ഫോർത്ത് എന്ന് പറയുന്നത് ജെലേഷൻ ആണ്. ജെലേഷൻ എന്ന് ഓർത്തുവരിക്കുന്നതായിരിക്കും നല്ലത്. ജെലേഷൻ അതായത് അഗ്ലോമറേഷൻ. അഗ്ലോമറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടിച്ചേരുക. അഗ്ലോമറേഷൻ ഓഫ് പാർട്ടിക്കിൾസ്, കോമ്പിനേഷൻ ഓഫ് പാർട്ടിക്കിൾസ്. ഫസ്റ്റ് ഹൈഡ്രോളിസിസ് അല്ലെങ്കിൽ ആൽക്കഹോളിസിസ്, കണ്ടൻസേഷൻ ഓഫ് വാട്ടർ അല്ലെങ്കിൽ ആൽക്കഹോൾ, ഗ്രോത്ത് ഓഫ് പാർട്ടിക്കിൾസ്, ജെലേഷൻ. ഇത്രയാണ് സ്റ്റെപ്സ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ സ്റ്റെപ്സ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് നോക്കാം. ദ സ്റ്റെപ്സ് ഡിപ്പെൻഡ്സ് ഓൺ വിസ്കോസിറ്റി and pH of solution. സൊല്യൂഷൻ്റെ വിസ്കോസിറ്റിനെയും പി എച്ചിനെയും ഡിപ്പെൻഡ് ചെയ്യും ഏത് ഈ സോൾ ജെൽ പ്രോസസ്സിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. പിന്നെ ടെമ്പറേച്ചർ ആൻഡ് ടൈം ഫോർ റിയാക്ഷൻ. അതിന് മുമ്പ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്. ആദ്യം സൊല്യൂഷൻ എടുക്കുന്നു, അതായത് സൊല്യൂഷൻ്റെ അകത്ത് എന്തൊക്കെയാണ് റിയാക്റ്റൻസ് ആണുള്ളത്, അതിൻ്റെ വിസ്കോസിറ്റിയുടെയും പി എച്ചിനെയും ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്. പിന്നെ ടൈം ആൻഡ് ടെമ്പറേച്ചർ ഓഫ് റിയാക്ഷൻ. അപ്പോൾ സൊല്യൂഷൻ റിയാക്റ്റൻസ് യൂസ് ചെയ്തിട്ടുള്ള സൊല്യൂഷനായി റിയാക്ഷൻ നടത്തി. 6 നേച്ചർ ഓഫ് കാറ്റലിസ്റ്റ്. റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ എന്തെങ്കിലും കാറ്റലിറ്റിക് ആക്ടിവിറ്റി നടക്കുന്നുണ്ടെങ്കിൽ, ആക്സലറേഷൻ പ്രോസസ്സ് നടക്കുന്നുണ്ടെങ്കിൽ നേച്ചർ ഓഫ് കാറ്റലിസ്റ്റ്. പിന്നെ ടൈം ആൻഡ് ടെമ്പറേച്ചർ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ റിയാക്റ്റൻസ് എടുത്ത് സൊല്യൂഷൻസ് ഫോം ചെയ്തു, റിയാക്ഷൻ നടന്നു, കാറ്റലിസ്റ്റ് ഇട്ട് കൊടുത്തു. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ അവിടെ റിയാക്ഷൻ സംഭവിക്കും. റിയാക്ഷൻ സംഭവിച്ച് സൊല്യൂഷൻ നമുക്ക് വേണ്ട വിസ്കസ് സൊല്യൂഷൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയുള്ള പ്രോസസ്സ്, സോള് ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയുള്ള പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ജെലേഷനാണ്. അപ്പോൾ ആദ്യം റിയാക്റ്റൻസ് എടുത്ത് റിയാക്റ്റൻസ് മിക്സ് ചെയ്ത്
സൊല്യൂഷൻ ഫോം ചെയ്തു. റിയാക്ഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ സോള് ഫോം ചെയ്യും, അതായത് വിസ്കസ് കൊളോയിഡൽ സസ്പെൻഷൻ. ഇതിന് ടൈം കൊടുത്തു കഴിഞ്ഞാൽ ഏജിങ് എന്ന് പറയും, ജെല്ല് ഫോം ചെയ്യും, അല്ലെങ്കിൽ ഗ്രോത്ത് ഓഫ് പാർട്ടിക്കിൾസ് സംഭവിക്കും. അപ്പോൾ കാറ്റലിസ്റ്റ് വരെ ആയി. പിന്നെ ടൈം ആൻഡ് ടെമ്പറേച്ചർ ഡ്യൂറിങ് ഏജിങ്. ഏജിങ് എന്ന് പറയുന്നത് തന്നെ ടൈം എന്നാണ്. ടൈം ആൻഡ് ടെമ്പറേച്ചർ ഫോർ ഏജിങ്. പിന്നെ 9 പറയുന്നത് ടൈം റിക്വയർഡ് ഫോർ ജെൽ ഫോർമേഷൻ. ഏജിങ്ങും കൂടി ഏജിങ് കഴിയുമ്പോൾ സോൾ എന്ന് പറയുന്നത് പതിയെ ജെല്ലിലോട്ട് മാറും. ടൈം റിക്വയർഡ് ഫോർ ജെൽ ഫോർമേഷൻ. ഇനി ഇതിൽ ഇത്രയും കാര്യങ്ങൾ, ഇപ്പോൾ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ സോൾജൽ ടെക്നിക്ക് ഈസ് വിസ്കോസിറ്റി ആൻഡ് pH ഓഫ് സൊല്യൂഷൻ, കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ഷൻ, ടൈം ആൻഡ് ടെമ്പറേച്ചർ ഫോർ റിയാക്ഷൻ, എന്തെങ്കിലും കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ നേച്ചർ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഏജിങ് പ്രോസസ്സ്, ടൈം ആൻഡ് ടെമ്പറേച്ചർ, ടൈം റിക്വയർഡ് ഫോർ ജെൽ ഫോർമേഷൻ. അപ്പോൾ ആദ്യം റിയാക്റ്റൻസ് എടുക്കുന്നു, അതിൻ്റെ കോൺസെൻട്രേഷൻ എന്ത്, റിയാക്റ്റൻസ് യൂസ് ചെയ്ത് സൊല്യൂഷൻ ഫോം ചെയ്യുന്നു, അതിൻ്റെ വിസ്കോസിറ്റിയും pHഉം, പിന്നെ ടൈമും ടെമ്പറേച്ചറും. എന്തിൻ്റെ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ സൊല്യൂഷനായി. റിയാക്ഷൻ നടക്കാനുള്ള ടൈമും ടെമ്പറേച്ചറും, കാറ്റലിസ്റ്റ് എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ അതിൻ്റെ നേച്ചർ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ സോള് ഫോം ചെയ്യും. സോള് ഫോം ചെയ്തിട്ട് ടൈമും ടെമ്പറേച്ചറൊക്കെ കൊടുത്തു. അപ്പോൾ സോള് ഫോം ചെയ്യും. സോള് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഏജിങ് പ്രോസസ്സ്, പോളിമറൈസേഷൻ സംഭവിക്കാൻ. അപ്പോൾ ടൈമും ടെമ്പറേച്ചറും ഫോർ ഏജിങ്, പിന്നെ ടൈം റിക്വയർഡ് ഫോർ ജെൽ ഫോർമേഷൻ. ഇത്രയാണ് സ്റ്റെപ്സ് ഇൻവോൾവ്. ഇനി ഇതിൻ്റെ ഒരു സ്കീമാറ്റിക് ഡയഗ്രാം ഉണ്ട്. ഈ ഡയഗ്രാം നമ്മൾ ഫസ്റ്റ് ഡ്രോ ചെയ്യുന്നു. അത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ സോൾജൽ ടെക്നിക്കിൻ്റെ എസ്സേ ആയി. ദ സ്കീമാറ്റിക് ഡയഗ്രാം. ഫസ്റ്റ് എന്ന് പറയുന്നത് പ്രീകഴ്സേഴ്സ്. അപ്പോൾ പ്രീകഴ്സേഴ്സ് യൂസ് ചെയ്ത് നമ്മൾ സൊല്യൂഷൻ ഫോം ചെയ്തു. സൊല്യൂഷൻസ് പോളിമറൈസേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ജെല്ല് ഫോം ചെയ്യും. പോളിമറൈസേഷൻ സംഭവിച്ചു കഴിയുമ്പോൾ ജെല്ല് ഫോം ചെയ്യും. ഇനി ബാക്കി പറയാൻ വരട്ടെ. അത് സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിപ്പ് കോട്ടിങ്ങും സ്പിൻ കോട്ടിങ്ങും ചെയ്യാനായിട്ട് പറ്റും. ഡിപ്പ് കോട്ടിങ് സ്പിൻ കോട്ടിങ് എന്ന് വെച്ചാൽ എന്തായാലും ഡിപ്പ് കോട്ടിങ് എന്ന് വെച്ചാൽ നമ്മളൊരു സബ്സ്ട്രേറ്റ് എടുത്ത് സൊല്യൂഷനിൽ മുക്കി പൊക്കി എടുത്തു കഴിഞ്ഞാൽ അതിലൊരു കോട്ടിങ് വരും. അതിനാണ് ഡിപ്പ് കോട്ടിങ് എന്ന് പറയുന്നത്. സ്പിൻ കോട്ടിങ് എന്ന് വെച്ചാൽ സബ്സ്ട്രേറ്റ് വെച്ചിട്ട് നമ്മളൊരു സ്പിൻ കോട്ടറിൽ സൊല്യൂഷൻ പ്ലേസ് ചെയ്ത് അങ്ങനെ കോട്ട് ചെയ്തെടുക്കുന്നതിനെയാണ് സ്പിൻ കോട്ടിങ് എന്ന് പറയുന്നത്. ഈ സ്പിൻ കോട്ടിങ് അല്ലെങ്കിൽ ഡിപ്പ് കോട്ടിങ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സോളിഡ് ഫിലിമാണ് കിട്ടുന്നത്. എന്നിട്ട് അതിനെ അനീൽ ചെയ്ത് കഴിഞ്ഞാൽ അനീലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. അനീലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ തിന്നാക്കി എടുക്കുക, അതിൻ്റെ തിക്നെസ് കുറച്ചെടുക്കുക. അങ്ങനെ അനീൽ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ തിൻ ഫിലിം കിട്ടും. അപ്പോൾ തിൻ ഫിലിം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? സോളിഡ് ഫിലിമിനെ അനീൽ ചെയ്തെടുക്കണം. പിന്നെ സൊല്യൂഷൻസ്, ഈ ഫോം ചെയ്ത സൊല്യൂഷൻ എടുത്ത് നമ്മൾ ഏജിങ് പ്രോസസ്സിന് വിധേയമാക്കി കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കാം. ഏജിങ് ലോ ടെമ്പറേച്ചറിലാണ് ചെയ്യുന്നത്. അതായത് ഹൈ ടെമ്പറേച്ചർ നമ്മൾ സൊല്യൂഷൻ ഫോം ചെയ്യാൻ എടുക്കുമായിരിക്കും. പക്ഷേ ഏജിങ് പ്രോസസ്സ്, സോളിൽ നിന്ന് ജെല്ല് ഫോം ചെയ്യുന്ന പ്രോസസ്സ്, ഏജിങ് പ്രോസസ്സ് സ്ലോ ടെമ്പറേച്ചറിലാണ് നടക്കുന്നത്. ഈ ഏജിങ് പ്രോസസ്സിൽ പോറസ് മെട്രിക്സ് മെറ്റീരിയലാണ് ഉണ്ടാകുന്നതെന്നുണ്ടെങ്കിൽ, പോറസ് മെറ്റീരിയൽ ഉണ്ടായിക്കഴിഞ്ഞാൽ
പോറസ് മെട്രിക്സ് എന്നാണ് ഇതിൻ്റെ പേര്, പോറസ് മെറ്റീരിയലിൻ്റെ. അങ്ങനെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നാനോ റോഡ്സ്, നാനോ വയേഴ്സ് ഫോം ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതേസമയം ഏജ് ചെയ്ത മെറ്റീരിയലിനെ കാൽസിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ജെൽ സ്പിയർ സ്ട്രക്ചറാണ് അവിടെ ഫോം ചെയ്യുന്നത്, ജെൽ സ്പിയർ. അത് യൂസ് ചെയ്ത് നമുക്ക് നാനോ പൗഡേഴ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും. പിന്നെ ഈ ജെല്ല് ഇവിടെ സൊല്യൂഷൻ വെച്ചിട്ട് ജെല്ല് ഫോം ചെയ്ത് കഴിഞ്ഞാൽ, പോളിമറൈസേഷൻ സംഭവിച്ച് ജെല്ല് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിനെ സ്ലോ ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെറോ ജെല്ല് കിട്ടും. സെറോ ജെല്ലെന്ന് വെച്ചാൽ സെറോ ജെല്ലിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും ഒരു വെരി ലോ ഡെൻസിറ്റി ജെല്ലാണ് സെറോ ജെല്ലും എയ്റോ ജെല്ലും. ഇതിൻ്റെ രണ്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സെറോ ജെല്ല് ഒരു ഇത്തിരി കൂടി ഡെൻസ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്, അത് ഈസിലി കൊളാപ്സിബിൾ ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ് സെറോ ജെല്ലെന്ന് പറയുന്നത്. സെറോ ജെല്ലിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. ഇത് ഒരു ഡെൻസിറ്റി കൂടിയ ഒരു മീഡിയ ആയിരിക്കും സെറോ ജെൽ, പക്ഷെ അത് ഈസിലി കൊളാപ്സിബിൾ ആണ്. സെറോ ജെല്ലിനെ കാൽസിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെൻസ് സെറാമിക് കിട്ടും. ഇനി ജെല്ലിനെ റാപ്പിഡ് ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ എയ്റോ ജെല്ല് കിട്ടും. എയ്റോ ജെല്ലിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് കുറച്ചുകൂടി ലൂസ്ലി പാക്ക്ഡ് ആണ്. ഇത് കൊളാപ്സിബിൾ ആയിട്ടുള്ളൊരു സ്ട്രക്ചർ അല്ല, കുറച്ചുകൂടി റിജിഡാണ്. അപ്പം പ്രീകഴ്സേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ പറഞ്ഞ കണ്ടീഷൻസ്, ഇത് ഈ ഫിഗർ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഈ ഫിഗറിലുള്ള കാര്യങ്ങളും ഈ സ്റ്റെപ്സും കൂടി മിക്സ് ചെയ്ത് നമുക്കൊരു വലിയ ഇലാബറേറ്റ് ചെയ്ത് സെൻറ്റൻസ് എഴുതാൻ പറ്റും. അപ്പോൾ പ്രീകഴ്സേഴ്സ്, കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്, വിസ്കോസിറ്റി, pH എല്ലാം യൂസ് ചെയ്ത് ഒരു സൊല്യൂഷൻ ഫോം ചെയ്യുന്നു. പിന്നെ ടൈമും ടെമ്പറേച്ചറും യൂസ് ചെയ്ത് ഈ സൊല്യൂഷൻ ഡയറക്റ്റ് നമുക്ക് ഡിപ്പ് കോട്ടിങ്ങും സ്പിൻ കോട്ടിങ്ങും ചെയ്യാം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ സോളിഡ് ഫിലിമാണ് നമുക്ക് കിട്ടുന്നത്. സോളിഡ് ഫിലിമിനെ അനീൽ ചെയ്ത് കഴിഞ്ഞാൽ തിൻ ഫിലിം കിട്ടും. ഈ സൊല്യൂഷൻ നമ്മൾ ഏജിങ് പ്രോസസ്സിന് ലോ ടെമ്പറേച്ചറിൽ വിധേയമാക്കി കഴിഞ്ഞാൽ പോറസ് മെട്രിക്സ് ഫോം ചെയ്യും. അത് യൂസ് ചെയ്ത് നമുക്ക് നാനോ റോഡ്സും നാനോ വയേഴ്സും ഫോം ചെയ്യാം. ഏജിങ് പ്രോസസ്സ് കഴിഞ്ഞ് കാൽസിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ജെൽ സ്പിയേഴ്സ് ഫോം ചെയ്യും. അതിനെ നമുക്ക് നാനോ പൗഡേഴ്സ് ആക്കി മാറ്റാൻ പറ്റും. ഈ ജെല്ലിന് നമ്മൾ സ്ലോ ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ സെറോ ജെല്ലും, റാപ്പിഡ് ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ എയ്റോ ജെല്ലും ഫോം ചെയ്യും. സെറോ ജെല്ലിന് നമ്മൾ കാൽസിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഡെൻസ് സെറാമിക് ഫോം ചെയ്യും. അപ്പോൾ ഇത്രയാണ് സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് സോൾ ജെൽ ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്പ്ലെയിൻ സ്റ്റെപ്സ് ആൻഡ് സ്കീമാറ്റിക് ഓഫ് സോൾ ജെൽ. ഇത് രണ്ടും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഈ എസ്ഐക്ക് അത്യാവശ്യം ഒരു ബോഡി കിട്ടും. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മളിവിടെ ഒരു ഡിപ്പ് കോട്ടിങ്ങിൻ്റെ സ്പിൻ കോട്ടിങ്ങിൻ്റെയും കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് നോക്കാം. അത് രണ്ടും സോൾ ജെല്ലിൻ്റെ ഭാഗം തന്നെയാണ്. ഡിപ്പ് കോട്ടിങ് എന്ന് പറയുന്നത് നമ്മൾ ഫോം ചെയ്ത സൊല്യൂഷനിലോട്ട് ഒരു സബ്സ്ട്രേറ്റ് കൊണ്ടുവന്ന് ഡിപ്പ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അതാണ് ഡിപ്പ് കോട്ടിങ് എന്ന് പറയുന്നത്. The substrate is dipped in the solution and taken out. അങ്ങനെ വരുമ്പോഴത്തേനും അത് കോട്ടഡായി, thus coated. So in dip coating, the substrate is coated with the required material by dipping in the solution and taken out. ഇവിടെ നമുക്ക് സൊല്യൂഷനെയും അതിൻ്റെ ഫോർമേഷനെയും പ്രീകഴ്സേഴ്സ് യൂസ് ചെയ്ത് സൊല്യൂഷൻ ഫോം ചെയ്ത കാര്യമൊക്കെ പറയാം, ഇത് ഇലോങ്ങേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഇനി തിക്നെസ്, ഈ മെറ്റീരിയലിൻ്റെ തിക്നെസ് എന്തിനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളത്. The thickness of the film depends on the thickness of the film coated depends on number of dips
number of dip cycles മെയിൻലി ഈ ഫിലിമിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് മെയിൻലി എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? നമ്പർ ഓഫ് ഡിപ്പ് സൈക്കിൾസിനെയാണ്. പിന്നെ ഇത് അനീല് ചെയ്ത് കഴിഞ്ഞാൽ annealing gives thin and crystallized film. നമ്മൾ ഡിപ്പ് ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേനും അത് ലിക്വിഡ് ഫോമിലാവും. കുറച്ച് ടൈം കഴിഞ്ഞ് അത് അനീൽ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ക്രിസ്റ്റലൈസ്ഡ് ഫോമിലായിട്ടുള്ള ഫിലിമാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഇനി ഈ ഡിപ്പ് കോട്ടിങ്ങിൽ ക്വാളിറ്റി ഓഫ് ഫിലിം എന്ന് പറയുന്നത് depends on velocity of dipping and withdrawal. ക്വാളിറ്റി ഓഫ് ഫിലിം ഡിപ്പെൻസ് ഓൺ വെലോസിറ്റി ഓഫ് ഡിപ്പിങ്. നമ്മൾ എത്ര സ്പീഡിലാണ് എത്ര സ്പീഡിലാണ് മുക്കുന്നതെന്നുള്ളതും എത്ര സ്പീഡിലാണ് പൊക്കുന്നതെന്നുള്ളതിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും ക്വാളിറ്റി ഓഫ് ദ ഫിലിം ഫസ്റ്റ്. പിന്നെ ടൈം ഓഫ് ഡിപ്പിങ്, വെലോസിറ്റി, ടൈം, ടെമ്പറേച്ചർ, വിസ്കോസിറ്റി. എന്തിൻ്റെ? സൊല്യൂഷൻ്റെ. അപ്പോൾ ക്വാളിറ്റി ഓഫ് തിൻ ഫിലിം കോട്ടഡ് ബൈ ഡിപ്പ് കോട്ടിംഗ് ഡിപ്പെൻസ് ഓൺ ടെമ്പറേച്ചർ ആൻഡ് വിസ്കോസിറ്റി ഓഫ് ദ സൊല്യൂഷൻ, വെലോസിറ്റി ആൻഡ് ടൈം ഫോർ ഡിപ്പിംഗ്. ഇത്രയും കാര്യങ്ങളെയാണ് ഡിപ്പ് കോട്ടിങ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി സ്പിൻ കോട്ടിങ് എന്താണെന്ന് നോക്കാം. സ്പിൻ കോട്ടിങ് ഇതിൽ നമ്മൾ ഉണ്ടാക്കിയ സ്പിൻ കോട്ടിങ്ങും ഡിപ്പ് കോട്ടിങ്ങും ഒരേ പ്രോസസ്സിൽ നിന്നാണ്, സൊല്യൂഷൻ ഡയറക്റ്റ് യൂസ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ സ്പിൻ കോട്ടിങ്ങിൽ ദ സൊല്യൂഷൻ ഈസ് പ്ലേസ്ഡ് ഇൻ എ സ്പിൻ കോട്ടർ അപ്പാരച്ചസ്. സ്പിൻ കോട്ടർ അപ്പാരച്ചസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റൊട്ടേറ്ററി ആയിട്ടുള്ള സെറ്റപ്പാണ്. അതിൽ ഒരു സൈഡിൽ സബ്സ്ട്രേറ്റ് കോട്ട് ചെയ്യേണ്ട മെറ്റീരിയൽ പ്ലേസ് ചെയ്യും, ഒരു സൈഡിൽ സൊല്യൂഷൻ പ്ലേസ് ചെയ്യും. എന്നിട്ട് ആ സ്പിൻ അപ്പാരച്ചസ് സ്പിന്നർ ഓണാക്കി കഴിയുമ്പോഴത്തേനും ഇതിലെ സൊല്യൂഷൻസ് തെറിച്ച് അതായത് ഒരു സ്പ്രേ ചെയ്യുന്ന പോലെ ഈ സബ്സ്ട്രേറ്റിൽ വന്ന് ഡെപ്പോസിറ്റ് ആവും. അതാണ് സ്പിൻ കോട്ടിങ്. The solution is placed in the spin coater apparatus and the solution is deposited evenly on the substrate. Hence film is obtained. So in spin coating mechanism, the solution is placed in a spin coater apparatus and thus the solution is deposited evenly on the substrate and the film is obtained. ഇനി ഇത് സ്പിൻ കോട്ടിങ്ങിൽ തന്നെ നമുക്ക് ഈ സൊല്യൂഷൻ എന്ന് പറഞ്ഞത് ദ സൊല്യൂഷൻ ക്യാൻ ഓൾസോ ബി സിറിഞ്ച്ഡ് ഇൻ ടു ദി സബ്സ്ട്രേറ്റ്. ദ സൊല്യൂഷൻ ക്യാൻ ഓൾസോ ബി സിറിഞ്ച്ഡ് ഇൻ ടു ദ സബ്സ്ട്രേറ്റ്. The solution can be syringed into the substrate. എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ സബ്സ്ട്രേറ്റിൻ്റെ സർഫസിലോട്ട് നമുക്ക് സിറിഞ്ച് ചെയ്ത് കൊടുക്കുക, ഇഞ്ചെക്റ്റ് ചെയ്യുക എന്നുള്ള മീനിങ് തന്നെയാണ്. പക്ഷേ സബ്സ്ട്രേറ്റിൻ്റെ ഇൻസൈഡിലോട്ട് ഇഞ്ചെക്റ്റ് ചെയ്തിട്ട് കാര്യമില്ല, നമുക്ക് സർഫസിലാണ് കോട്ടിങ് വേണ്ടത്. അപ്പോൾ സർഫസിൽ സിറിഞ്ച് ചെയ്യുന്നതിനാണ് സിറിഞ്ചിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അത് സ്പിൻ കോട്ടിങ്ങിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ്. അടുത്തതെന്ന് പറയുന്നത് സ്പ്രേ കോട്ടിംഗ് ആണ്. സ്പ്രേ കോട്ടിങ് ഇത് കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ സ്പ്രേ പെയിൻറ്റിങ് ചെയ്യുന്ന പോലെ തന്നെ ഒരു സർഫസിൽ സ്പ്രേ പെയിൻറ്റ് ചെയ്ത് മെറ്റീരിയൽസ് അബ്സോർബ് ചെയ്യിക്കുന്ന പ്രോസസ്സ്, അതാണ് സ്പ്രേ കോട്ടിങ്. It is used to deposit thin film. Substrate at higher temperature is sprayed with solution. High temperature gives energy for combination of atom. It is used to deposit thin film.
സബ്സ്ട്രേറ്റ് അറ്റ് ഹൈ ടെമ്പറേച്ചർ ഈസ് സ്പ്രൈഡ് വിത്ത് ദി സൊല്യൂഷൻ. Spray coating is used to deposit thin film. The substrate is placed at higher temperature and the solution is sprayed. High temperature gives energy for combination of atom. High temperature gives energy for combination of atoms. അപ്പോൾ ഇത്രയാണ് സോൾജലിൻ്റെ കാര്യങ്ങൾ. ഇനി അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് മെറ്റൽ ആൻഡ്, നമുക്ക് ആദ്യത്തെ ഒരു 5 നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് മെറ്റൽ ആൻഡ് സെറാമിക് കോട്ടിംഗ് ക്യാൻ ബി മെയ്ഡ്. എന്തുകൊണ്ടാണ്? നമ്മളിവിടെ ഡെൻസ് സെറാമിക് കോട്ടിങ്ങും ഫോം ചെയ്യുന്നുണ്ട്, നാനോ റോഡ്സ് അല്ലെങ്കിൽ നാനോ വയേഴ്സും ഒക്കെ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ മെറ്റൽ ആൻഡ് സെറാമിക് കോട്ടിംഗ് ക്യാൻ ബി മെയ്ഡ്. ഒന്ന്, ഫിലിം ഗ്രോത്ത് ലോ ടെമ്പറേച്ചറിലാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ആൻഡ് ഏജിങ് എന്ന് പറയുന്നത് ലോ ടെമ്പറേച്ചറാണ്. അപ്പോൾ സെറാമിക് അല്ലെങ്കിൽ മെറ്റൽ കോട്ടിംഗ് ക്യാൻ ബി മെയ്ഡ്. ദ പ്രോസസ് ടേക്സ് പ്ലേസ് അറ്റ് ലോ ടെമ്പറേച്ചർ. അപ്പോൾ നമുക്ക് അഡീഷണൽ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, അത് അഡ്വാൻറ്റേജ് ആണ്. ഫിലിം ഗ്രോത്ത് ഒക്കേഴ്സ് അറ്റ് ലോ ടെമ്പറേച്ചർ. എനി ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ക്യാൻ ബി സിന്തസിസ്. തിൻ ടൈപ്പ് ഉണ്ടാക്കാം, വയേഴ്സ് ഉണ്ടാക്കാം, പൗഡേഴ്സ് ഉണ്ടാക്കാം, സെറാമിക് ഉണ്ടാക്കാം, ജെൽ ഉണ്ടാക്കാം. അപ്പോൾ എനി ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ക്യാൻ ബി സിന്തസിസ്ഡ്. അതും ഇത്രയും ടൈപ്സ്, പല മെറ്റീരിയൽസ്, പല കോമ്പിനേഷൻസ് യൂസ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് പറ്റും. പല ഇൻപുട്സ്, നമുക്ക് പല കൈൻഡ് ഓഫ് ഇൻപുട്ട്സ് അല്ലെങ്കിൽ കെമിക്കൽസ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ മൂന്നാമത്തെ, ഫസ്റ്റ് എന്താണ്? മെറ്റൽ അല്ലെങ്കിൽ സെറാമിക് കോട്ടിംഗ് ക്യാൻ ബി മെയ്ഡ്. സെക്കൻഡ്, ഇറ്റ് ടേക്സ് പ്ലേസ് അറ്റ് ലോ ടെമ്പറേച്ചർ. ഫിലിം ഗ്രോത്ത് ടേക്സ് അറ്റ് ലോ ടെമ്പറേച്ചർ. എനി ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ക്യാൻ ബി സിന്തസിസ്ഡ്. 3 ഇറ്റ് ഈസ് എ സൊല്യൂഷൻ ബേസ്ഡ് ടെക്നിക്ക്. സോ ഇറ്റ് ഈസ് എ സിമ്പിൾ ടെക്നിക്ക്. 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സൊല്യൂഷൻ ബേസ്ഡ് ടെക്നിക്ക്. ദസ് ഇറ്റ് ഈസ് എ സിമ്പിൾ മെത്തേഡ്. ഇനി 5ാമത്തെ എന്ന് പറയുന്നത് സിന്തസിസ് ഓഫ് 2 or more മെറ്റീരിയൽസ് അറ്റ് സെയിം ടൈം. അതായത് കോ സിന്തസിസ് ഓഫ് 2 or more മെറ്റീരിയൽസ്. ഇത്രയാണ് 5 പോയിന്റ് എന്ന് പറയുന്നത്. മെറ്റൽ ആൻഡ് സെറാമിക് coating can be obtained. Film growth takes place at low temperature. Any type of material can be synthesized. It is a solution based simple method. Co-synthesis of 2 or more materials can be done. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മെറ്റൽ ആൻഡ് സെറാമിക് കോട്ടിംഗ് ആർ മെയ്ഡ്. Film growth takes place at low temperature. Any type of material can be synthesized. It is a solution based simple method. It is a simple method, solution based. ഇനി co-synthesis of 2 or more materials can be done. Co-synthesis of 2 or more materials. Co-synthesis of 2 or more materials. ഇനി അടുത്ത 5 പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 1 or more coatings
can be done at the same materials. Coating of one or more materials is possible at the same time. സെയിം ടൈം എന്നല്ല, ഒരു മെറ്റീരിയൽ കോട്ട് ചെയ്ത ശേഷം നമുക്ക് വേണമെങ്കിൽ അടുത്ത കോട്ട് വേറെ മെറ്റീരിയൽ വെച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ കോട്ടിംഗ് ഓഫ് വൺ ഓർ മോർ മെറ്റീരിയൽ ഈസ് പോസിബിൾ. പിന്നെ ഹോമോജീനസ് ആണെങ്കിലും കോമ്പോസിറ്റ് മെറ്റീരിയൽ ആണെങ്കിലും നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. അതായത് ഒരു കോട്ടിങ് കംപ്ലീറ്റ് ഒറ്റ അലോയ് അല്ലെങ്കിൽ ഒറ്റ മെറ്റീരിയൽ കൊണ്ട് തന്നെ ചെയ്യാം, അതേസമയം കോമ്പോസിറ്റ് ആയിട്ടും ചെയ്യാം, നമുക്ക് മിക്സ് ചെയ്തും ചെയ്യാം. അപ്പോൾ ഹോമോജീനസ് ഓർ കോമ്പോസിറ്റ് മെറ്റീരിയൽസ് ക്യാൻ ബി ഫോംഡ്. ഹോമോജീനസ് അലോയ് ഓർ കോമ്പോസിറ്റ് മെറ്റീരിയൽസ് ക്യാൻ ബി ഫോംഡ്. പിന്നെ പ്രിസൈസ് കൺട്രോൾ ഓഫ് മൈക്രോ സ്ട്രക്ചർ ആൻഡ് ഫൈനൽ പ്രോഡക്റ്റ് ഈസ് യൂസ്ഫുൾ. ഫൈനൽ പ്രോഡക്റ്റ് ഈസ് പോസിബിൾ. പ്രിസൈസ് കൺട്രോൾ, അതായത് ഈ നമ്മൾ ഈ ബേസിൽ നിന്ന് ബിൽഡ് ചെയ്തെടുക്കുന്ന മൈക്രോ സ്ട്രക്ചറിൻ്റെ പ്രിസൈസ് കൺട്രോൾ പോസിബിൾ ആണ്. പ്രിസൈസ് കൺട്രോൾ ഓഫ് മൈക്രോ സ്ട്രക്ചർ ആൻഡ് ഫൈനൽ മെറ്റീരിയൽ ഈസ് പോസിബിൾ. ഇനി നാലാമത്തേന്ന് പറയുന്നത് പ്രിസൈസ് കൺട്രോൾ ഓവർ ഡോപ്പിംഗ്. അതായത് നമ്മൾ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും നമുക്ക് പ്രിസൈസ് ആയിട്ട് ഡോപ്പിംഗ് പ്രോസസ്സ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അഞ്ചാമത്തേന്ന് പറയുന്നത് ലാർജ് ആൻഡ് ഇറഗുലർ ഷേപ്പ്ഡ് സ്ട്രക്ചേഴ്സ് സബ്സ്ട്രേറ്റ് ക്യാൻ ബി ഫോംഡ്. ലാർജ് ആൻഡ് ഇറഗുലർ ഷേപ്പ്ഡ്, വലുതും പല ഷേപ്പിലുള്ള സബ്സ്ട്രേറ്റും നമുക്ക് ഫോം ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. എങ്ങനെ? പല കോട്ടിങ് അല്ലെങ്കിൽ ജെൽ ഫോർമേഷൻ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് coating of one or more material is possible. Homogeneous or composite material can be formed. Precise control of microstructure and final product is possible. Precise control of doping. Large and irregular shapes are formed. അപ്പോൾ ആറാമത്തേന്ന് പറയുന്നത് coating of one or more material is possible. Coating of one or more materials possible. Homogeneous alloy or composite materials can be formed. Homogeneous alloy or composite materials are formed. എട്ടെന്ന് പറയുന്നത് പ്രിസൈസ് കൺട്രോൾ ഓഫ് മൈക്രോസ്ട്രക്ചർ ആൻഡ് ഫൈനൽ പ്രോഡക്റ്റ്. പ്രിസൈസ് കൺട്രോൾ ഓഫ് microstructure and final product is possible. പിന്നെ precise control of doping. Precise control of doping. പത്തെന്ന് പറയുന്നത് ലാർജ് ആൻഡ് ഇറഗുലർ shaped substrate are formed. Shaped substrate are formed. ഇത്രയാണ് സോൾജൽ ടെക്നിക്സിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. മെറ്റൽ ആൻഡ് സെറാമിക് കോട്ടിംഗ് ക്യാൻ ബി മെയ്ഡ്. ഒന്ന്, മെറ്റൽസ് അല്ലെ സെറാമിക് കോട്ടിങ്സ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഫിലിം ഗ്രോത്ത് ലോ ടെമ്പറേച്ചറിലാണ് ടൈപ്സ് പ്ലേസ് ചെയ്യുന്നത്. എനി ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ക്യാൻ ബി സിന്തസൈസ്ഡ്. ഇത് സൊല്യൂഷൻ ബേസ്ഡ് ആയതുകൊണ്ട് ഒരു സിമ്പിൾ കൈൻഡ് ഓഫ് മെത്തേഡാണ്. സിന്തസിസ് ഓഫ് 2 or more മെറ്റീരിയൽസ് ഈസ് പോസിബിൾ അറ്റ് ദ സെയിം ടൈം. കോട്ടിംഗ് ഓഫ് 1 or more മെറ്റീരിയൽ ക്യാൻ ബി മെയ്ഡ്. ഹോമോജിനസ് അല്ലെ കോമ്പോസിറ്റ് മെറ്റീരിയൽ ഉണ്ടാക്കാൻ പറ്റും. പ്രിസൈസ് കൺട്രോൾ ഓഫ് മൈക്രോസ്ട്രക്ചർ ആൻഡ് ഫൈനൽ പ്രോഡക്റ്റ്. പ്രിസൈസ് കൺട്രോൾ ഓഫ് ഡോപ്പിംഗ്. ലാർജ് ആൻഡ് ഇറഗുലർ ഷേപ്ഡ് മെറ്റീരിയൽസ് ക്യാൻ ബി ഫോംഡ്. ഇത്രയാണ് സോൾജൽ ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത്. സോൾജൽ ടെക്നിക്ക് എന്ന് പറയുന്നത് ബോട്ടം അപ്പ് അപ്രോച്ചാണ്. ഇത് വെറ്റ് കെമിക്കൽ പ്രോസസ്സാണ്, സെൽഫ് അസംബ്ലി പ്രോസസ്സാണ്. 2 മെയിൻ സ്റ്റെപ്സ് ആണുള്ളത്. മിക്സിംഗ് ഓഫ് ദ ലിക്വിഡ് റിയാക്റ്റൻസ് ടു ഫോംസ് കൊളോയിഡൽ സസ്പെൻഷൻ ഓർ സോള്. ജലേഷൻ ഓഫ് സോൾ ടു ഫോം നെറ്റ്വർക്ക് ഇൻ ലിക്വിഡ് ജെല്ല്, അതായത് സോൾ ഫോർമേഷനും ജെൽ ഫോർമേഷനും. പിന്നെ മേജർ ഫാക്ടർ ദാറ്റ് ഡിറ്റർമൈൻ ട്രാൻസിഷൻ ടു സോൾ. മേജർ ഫാക്ടേഴ്സ് ദാറ്റ് ഡിറ്റർമൈൻസ് ദ ട്രാൻസ്മിഷൻ ഓഫ് solution to sol and gel is viscosity of the solution. Viscosity is the major factor that determines sol gel technique. Steps involved എന്തൊക്കെയാണ്? ഹൈഡ്രോളിസിസ്, ആൽക്കഹോളിസിസ്, കണ്ടൻസേഷൻ ഓഫ് വാട്ടർ ആൻഡ് ആൽക്കഹോൾ, ഗ്രോത്ത് ഓഫ് പാർട്ടിക്കിൾസ്, ജെലേഷൻ.
പിന്നെ സ്റ്റെപ്സ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? വിസ്കോസിറ്റി, പി എച്ച്, സൊല്യൂഷൻ്റെ വിസ്കോസിറ്റിനെയും പി എച്ചിനെയും, റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷനെയും, ടൈം ആൻഡ് ടെമ്പറേച്ചർ ഫോർ റിയാക്ഷൻ, കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ നേച്ചർ, ഏജിങ്ങിൻ്റെ ടൈമും ടെമ്പറേച്ചറും, ടൈം റിക്വയർഡ് ഫോർ ജെൽ ഫോർമേഷൻ. ഇനി സ്കീമാറ്റിക് ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ പ്രീകഴ്സേഴ്സ് യൂസ് ചെയ്ത് സൊല്യൂഷൻ ഉണ്ടാക്കും. ആ സൊല്യൂഷൻ ഡിപ്പ് കോട്ടിങ് സ്പിൻ കോട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ സോളിഡ് ഫിലിം ഉണ്ടാകും. അതിനെ അനീൽ ചെയ്ത് കഴിഞ്ഞാൽ തിൻ ഫിലിം ഫോം ചെയ്യും. ഈ സൊല്യൂഷനെ ഏജിങ്ങിന് വിധേയമാക്കി കഴിഞ്ഞാൽ പോറസ് മെട്രിക്സ് ഫോം ചെയ്യും. അത് വെച്ച് നമുക്ക് നാനോ റോഡ്സും നാനോ വയേഴ്സും ഫോം ചെയ്യാം. ഏജിങ് കാൽസിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നാനോ പൗഡേഴ്സ് ഫോം ചെയ്യാം. ഈ സൊല്യൂഷനെ പോളിമറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ജെല്ല് ഫോം ചെയ്യും. അതിനെ റാപ്പിഡ് ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ എയറോ ജെല്ല് ഫോം ചെയ്യും. സ്ലോ ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ സെറോ ജെല്ല് ഫോം ചെയ്യും. സെറോ ജെല്ലിനെ കാൽസിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെൻസ് സെറാമിക് ഫോം ചെയ്യും. ഇനി ഈ എസ്സേയുടെ സോൾ ജെൽ ടെക്നിക്കിൻ്റെ എസ്സേ ഫോം ചെയ്യാനായിട്ട് നമ്മൾ ഈ 2 സ്റ്റെപ്സിനെ ഇലാബറേറ്റ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യണം. എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ആൻഡ് സ്കീമാറ്റിക്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഡിപ്പ് കോട്ടിങ്ങും സ്പിൻ കോട്ടിങ്ങും എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ സിമ്പിൾ സംഭവമാണ്. സൊല്യൂഷൻ്റെ അകത്ത് നമ്മൾ സബ്സ്ട്രേറ്റ് മുക്കിയെടുത്ത് കഴിഞ്ഞാൽ അത് ഡിപ്പ് കോട്ടിംഗ് ആയി. ഇതിൻ്റെ തിക്നെസ്സിന് എന്ത് ഡിപ്പെൻഡ് ചെയ്യും? നമ്പർ ഓഫ് ഡിപ്പ് സൈക്കിൾസ്, എത്ര വശം മുക്കിയെന്നുള്ളത് മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യും. ഇതിന് അനീൽ ചെയ്ത് കഴിഞ്ഞാൽ ക്രിസ്റ്റലൈസ്ഡ് ഫിലിം, ഈ ഡിപ്പ് ചെയ്തത് ഡ്രൈ ചെയ്ത് അതിന് അനീൽ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ക്രിസ്റ്റലൈസ്ഡ് ഫിലിം കിട്ടും. ക്വാളിറ്റി ഓഫ് ഫിലിം എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? വെലോസിറ്റി ആൻഡ് ടൈം ഓഫ് ഡിപ്പിംഗ്, ടെമ്പറേച്ചർ ആൻഡ് വിസ്കോസിറ്റി ഓഫ് സൊല്യൂഷൻ. സ്പിൻ കോട്ടിംഗ് എന്താണ്? സൊല്യൂഷൻ അപ്പാരച്ചസിൻ്റെ അകത്ത് പ്ലേസ് ചെയ്ത് സബ്സ്ട്രേറ്റിൽ കോട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ സ്പിൻ കോട്ടിംഗ് ആയി. സൊല്യൂഷൻ സിറിഞ്ച്, സബ്സ്ട്രേറ്റിൻ്റെ സർഫസിൽ സിറിഞ്ച് ചെയ്തെടുക്കാൻ പറ്റും. സ്പ്രേ കോട്ടിംഗ് എന്താണ്? സൊല്യൂഷൻ സബ്സ്ട്രേറ്റിലോട്ട് സ്പ്രേ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ സ്പ്രേ കോട്ടിംഗ് ആയി. അതിൽ ഹൈ ടെമ്പറേച്ചർ ആണ് സബ്സ്ട്രേറ്റ് ഉണ്ടെങ്കിൽ അതിന് ബോണ്ടിങ്ങിന് നന്നായിട്ട് സഹായിക്കും. അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? മെറ്റൽ സെറാമിക് കോട്ടിംഗ് ഉണ്ടാക്കാം. ലോ ടെമ്പറേച്ചറിലാണ് എന്ത് ടൈപ്പ് മെറ്റീരിയൽ വേണമെങ്കിലും ഉണ്ടാക്കാം. സിമ്പിൾ പ്രോസസ്സാണ്. 2 or more മെറ്റീരിയൽസ് സെയിം ടൈം സിന്തസൈസ് ചെയ്യാം. കോട്ടിംഗ് ഓഫ് 1 or more മെറ്റീരിയൽ ചെയ്യാൻ പറ്റും. ഹോമോജീനസ് അല്ലെങ്കിൽ കോമ്പോസിറ്റ് ഉണ്ടാക്കാം. പ്രിസൈസ് കൺട്രോൾ ഓഫ് മൈക്രോ സ്ട്രക്ചർ ആൻഡ് ഫൈനൽ പ്രോഡക്റ്റ്, പ്രിസൈസ് കൺട്രോൾ ഓഫ് ഡോപ്പിംഗ്, large and irregular shaped substrate can be formed. ഇത്രയാണ് സോൾ ജെൽ ടെക്നിക്ക് എന്ന് പറയുന്നത്.